മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് സംഘർഷാവസ്ഥ. ബിഷപ്പ് ഹൗസിനകത്ത് സമരം നടത്തിയിരുന്ന വൈദികരെ പോലീസ് പുലർച്ചെ ബലമായി നീക്കം ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഒരു വിഭാഗം വൈദികരും വിശ്വാസികളും സെന്റ് മേരീസ് ബസിലിക്കയ്ക്ക് മുന്നിൽ സംഘടിച്ചത്. പോലീസുമായി പലതവണ വാക്കേറ്റമുണ്ടായി. പ്രതിഷേധക്കാർ ഗേറ്റ് ബലം പ്രയോഗിച്ച് പൊളിച്ചു. സ്ഥലത്തിപ്പോഴും സംഘർഷ രംഗങ്ങൾ തുടരുകയാണ്. അതീവ നാടകീയമായ കാഴ്ചകളാണ് ഇന്ന് രാവിലെ മുതൽ, ഇന്നലെ രാത്രി മുതൽ ഈ അങ്കമാലി അതിരൂപത ആസ്ഥാനത്തിന് മുന്നിൽ നടക്കുന്നത്. ആ തരത്തിൽ വലിയ തരത്തിലുള്ള സംഘർഷ നടപടികളാണ്. പോലീസിനെതിരെ വലിയ നീക്കമുണ്ടാകുന്നു. പ്രതിഷേധക്കാർ സംഘടിച്ച് ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. ഡാനി പോൾ ചേരുന്നു. ഡാനി, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? നമ്മൾ രാവിലെ മുതൽ കാണുന്നതാണ് സംഘർഷ രംഗങ്ങൾ. പോലീസിനെതിരെ പോലും വൈകാരികമായ നീക്കങ്ങൾ അവിടെ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന്, അവിടെ സംഘടിച്ചിരിക്കുന്നവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയാണ് എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള സമവായ നീക്കങ്ങൾ അവിടെ ഫലം കണ്ടിട്ടുണ്ടോ? സജിത്ത്, ഇപ്പോൾ DCP അശ്വതി ജിജിയുമായി സമരം പ്രതിഷേധിക്കുന്നവർ ചർച്ച നടത്തുകയാണ് അകത്ത്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു സമവായത്തിലേക്ക്, അല്ലെങ്കിൽ എന്താണ് ഇവരെ ആവശ്യമെന്നത് സംബന്ധിച്ച ഒരു വ്യക്തമായ ധാരണയിലേക്ക് പോകാൻ കഴിയുമോ എന്നതാണ് നോക്കുന്നത്. ഒപ്പം തന്നെ ADM സ്ഥലത്തേക്ക് വരുമെന്നാണ് പറയുന്നത്. പ്രധാനമായും തന്നെ ഈ പ്രതിഷേധിക്കുന്നവർ ആവശ്യപ്പെടുന്നത്, കഴിഞ്ഞ കുറേ നേരമായി ഇവിടെ ഈ സംഘർഷാവസ്ഥ തന്നെയാണ്. ഇവിടെ വടം കെട്ടി ഗേറ്റ് വലിച്ച് ഗേറ്റിൻ്റെ ഒരു ഭാഗം പൊളിഞ്ഞു വീണു. അങ്ങനെ നാടകീയമായ നിരവധി സംഭവങ്ങൾ ഇവിടെ ഉണ്ടായി. സമരക്കാരുമായി പലതവണ പോലീസുമായിട്ട് വാക്കേറ്റമുണ്ടാകുന്നു. അങ്ങനെ ഇന്ന് പുലർച്ചെ മുതൽ ആരംഭിച്ച ബിഷപ്പ് ഹൗസിന് മുന്നിലെ സംഘർഷം, സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ഹൗസിന് മുന്നിലാണ് ഈ സംഘർഷം നടക്കുന്നത്. രാവിലെ മുതൽ തുടങ്ങിയ ഈ ഒരു അവസ്ഥ ഇപ്പോഴും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിനൊരു അയവും വന്നിട്ടില്ല. ഇപ്പോൾ നടത്തുന്ന ഈ ചർച്ചകൾ അത് ഏത് രീതിയിലേക്ക് മുന്നോട്ട് പോകും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ ഒരു സംഘർഷാവസ്ഥ കുറയുമോ കൂടുമോ എന്നെല്ലാം തന്നെ അറിയാൻ. പ്രധാനമായും തന്നെയും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പോലീസ് നടപടി, ഇന്ന് പുലർച്ചെയുണ്ടായ പോലീസ് നടപടിയാണ് ഇത്തരമൊരു അവസ്ഥയിലേക്ക് പോകുന്നതിന് കാരണമായിട്ടുള്ളത്. ഇതിൽ കുർബാന ഏകീകരണ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി നിലനിൽക്കുന്ന ഈ സംഘർഷാവസ്ഥ അതിരൂപതയുടെ നേതൃത്വവുമായിട്ട്, ഔദ്യോഗിക നേതൃത്വവുമായിട്ട് അതിനെ പ്രതികൂലിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വലിയൊരു വിഭാഗം വൈദികരും അതിനെതിരെയാണ് നിൽക്കുന്നത്. ജനാഭിമുഖ കുർബാന തന്നെ തുടരണം, ഏകീകരിച്ച കുർബാനയിലേക്ക് പോകാൻ സാധ്യമല്ല എന്നവർ പറയുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥ, സംഘർഷാവസ്ഥ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ ഒരു കൃത്യമായ രീതിയിലുള്ള അവസ്ഥ നാടകീയ നിമിഷങ്ങളാണ്, നാടകീയ നീക്കങ്ങളാണ് രാവിലെ മുതൽ അവിടെ കാണുന്നത്. പോലീസിന്റെ നടപടിയിൽ ചിലർക്ക് പരിക്ക് പറ്റിയെന്നാണ് വൈദികർ ആരോപിച്ചത്.
എൻ്റെ പേര് ജെറി പോൾ ഞാളിയത്തുനിന്നാണ്. എൻ്റെ പെർമനന്റ് അഡ്രസ്സ് ആർച്ച് ബിഷപ്സ് ഹൗസ്, PB നമ്പർ 2580, ബ്രോഡ്വേ, ഷൺമുഖം റോഡ്, എറണാകുളം, കേരള. അതാണ് ഈ പറയുന്ന ഹൗസ്. ഞാൻ ആ ഹൗസിലായിരുന്നു. എന്റെ അവിടെ നിന്ന് ഇനി ഞങ്ങളെ മാറ്റണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? കോടതിയുടെ ഒരു ഓർഡർ ഞങ്ങൾ കാണിച്ചു തരണം. ഇത് മത പോലീസ് പോലെയാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അവിടെ ഇരിക്കുന്ന ഏതോ ഒരു അച്ഛന്റെ ഒരു കത്തും കാണിച്ചുകൊണ്ട്, ആ കത്ത് ഞങ്ങൾ കാണിച്ചു തന്നിട്ടില്ല. അവസാനം ഞങ്ങൾ ചോദിച്ചപ്പോൾ ഒരു കത്ത് കാണിച്ചു. ഒരു കത്ത്, ആ കത്തിന് എന്ത് വരെയാണുള്ളത്? ആ കത്തനുസരിച്ചാണ് കേരള പോലീസ് വർക്ക്. അതുകൊണ്ട് ഇത് കേരള പോലീസാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇത് മത പോലീസാണ്. അതായത് ഞങ്ങൾ പറഞ്ഞ കാര്യം, ഞങ്ങൾ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. അവർക്ക് അറസ്റ്റ് ചെയ്യാം, ഞങ്ങൾക്കൊരു വിരോധമില്ല. അറസ്റ്റ് ചെയ്ത് മാന്യമായിട്ട് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി റിമാൻഡ് ചെയ്യുക, കോടതി കൊണ്ടുപോയി റിമാൻഡ് ചെയ്യുക, ജയിലിൽ. ഞങ്ങൾ അതിനൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾ അവരോട് പറഞ്ഞതാണ്. അത് ചെയ്യാതെ ഞങ്ങൾ അവിടെ നിന്ന് വലിച്ചിറക്കി ഇവിടെ കൊണ്ടുവന്നിടാനായിട്ട് അവർക്ക് എന്ത് അവകാശമാണുള്ളത്? ഇന്ന് രാവിലെ 5 മണിക്ക് പോലീസുകാർ 100-150 പോലീസ് ഉണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു കണക്ക്. കൃത്യമായിട്ട് നമ്പർ അറിയില്ല. ഇവര് മുറിയിൽ ഞങ്ങളെ വന്ന് ഒരു ബലം പ്രയോഗിച്ച് നീക്കിയപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് കോർട്ട് ഓർഡർ അല്ലെങ്കിൽ വാറണ്ട് എന്തെങ്കിലും ഉണ്ടോ? അവർ പറഞ്ഞ് ഒക്കെ ഉണ്ട്, ഞങ്ങൾക്കുണ്ട്. പ്ലീസ് പ്രൊഡ്യൂസ് ഇറ്റ്. ഇന്ത്യ ഗവൺമെന്റ് നിയമം അനുസരിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തണമെങ്കിൽ അത് ഞങ്ങളിവിടെ സമാധാനമായിട്ടിരിക്കുന്നവരെ കാണിക്കും. പറഞ്ഞ് ഞങ്ങൾ സൗകര്യമുള്ളപ്പോൾ കാണിക്കാമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അറസ്റ്റിലാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അവിടെ നിന്ന് ഇവിടെ പിടിച്ചുകൊണ്ടത്. ഞാൻ ബലപ്രയോജനമില്ല, കാരണം എനിക്ക് ഇച്ചിരി പ്രശ്നമുള്ളതാണ്. ഇവർ എന്നെ ഇവിടെ പിടിച്ചുകൊണ്ട് ഈ മുറ്റത്ത് കൊണ്ട് നിർത്തിയിട്ട് പറയുന്നു, നിങ്ങളെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പള്ളിക്ക് കയറി പ്രാർത്ഥിക്കാം. ഇത് ഏത് പോലീസായത്? ഞങ്ങൾ അപ്പോഴും ചോദിച്ചു, ഇവിടെ വന്നപ്പോഴും ചോദിച്ചു, ഇഫ് യു ഹാവ് എനി ഡോക്യുമെന്റ് ടു പ്രസന്റ് അസ്, പ്ലീസ് പ്രൊഡ്യൂസ് അസ്. അപ്പൊ അയാൾ ഈ അനീഷ് ജോയി എന്ന് പറഞ്ഞ ആ CI പറഞ്ഞത്, നിങ്ങൾക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാം. അത് പുള്ളി പല പ്രാവശ്യം ആവർത്തിയായിരുന്നു, നിങ്ങൾക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാം. അനീഷ് ജോയി പറയുന്ന മറ്റൊരു കാര്യമാണ്, നിങ്ങൾ അറസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലായിരുന്നു, പിന്നെ ഞങ്ങൾ പിടിച്ചപ്പോഴത്തേക്ക് ഇടുന്നേ. അപ്പൊ അനീഷ് ജോയി ആവർത്തിച്ച് പറയുന്നത് കാരണം എന്താ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. CTN ഉൾപ്പെടെയുള്ള ചാനൽ ചർച്ചകൾ കണ്ടിട്ട് അസ്വസ്ഥപ്പെട്ടത് സംഭവിച്ചാണെന്നല്ല. കാരണം ഞങ്ങൾ കൃത്യമായിട്ട് കാരണം ബോധ്യപ്പെടുത്താൻ പോലീസുകാരുടെ പ്രത്യേകിച്ച് രേഖകളോ ചോദിച്ചിട്ട് ഒന്നുമില്ല. അപ്പോ ചാനൽ ചർച്ച കണ്ട് നേതൃത്വം ഒരു പരാതി നൽകിയിട്ടുണ്ടല്ലോ. നിങ്ങൾ പോലീസുകാരോട് ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോണ്ടേ? ഇവിടെ വലിച്ചഴിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ആക്കിയിട്ട് നിങ്ങൾ ഇവിടെ കിടക്ക് എന്ന് പറയുന്നത് എവിടെ ന്യായമുള്ളത്? ഇതാണോ? ഇത് ജയിലാണോ? പോലീസ് സ്റ്റേഷനാണോ ഇത്? പരാതിയെക്കുറിച്ച് പോലീസ് അന്വേഷിക്കണം. ഞങ്ങൾക്ക് ഇതേവരെ ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല. വളരെ ക്രൂരമായാണ് ഇന്ന് രാവിലെ പോലീസ് പെരുമാറിയത്. ഞാനവിടെ മുറിയിലിരിക്കുവായിരുന്നു. പോലീസുകാർ വന്ന് 3-4 പേര് എന്റെ അടുത്ത് വന്ന്, അതിൽ 2 പേര് കൂടെ എന്റെ കയ്യെ പിടിച്ചു പൊക്കി. ഞാൻ ചോദിച്ചു, സാർ എന്ത് അധികാരത്തിലാണ് ഇത് ചെയ്യണത്? ഞാൻ പറഞ്ഞു, സാർ പറഞ്ഞു ഇവിടുന്ന് എഴുന്നേറ്റ് പോകണം. ഞാൻ പറഞ്ഞു, ഇതെന്റെ ഭവനമാണ്. സാർ പറഞ്ഞു, ഇത് പോലീസ് പ്രൊട്ടക്ഷനുള്ള സ്ഥലമാണ്. ഞാൻ ചോദിച്ചത്, പോലീസ് പ്രൊട്ടക്ഷനുള്ള സ്ഥലം കാണിക്കാൻ എന്ത് ഡോക്യുമെന്റ് ആണ് സാറിന്? അതേ സാറിനോട് ഇന്നലെ ഞങ്ങൾ ചോദിച്ചതാണ്. അപ്പൊ സാറ് പറഞ്ഞു, അതെന്റെ ഓഫീസിൽ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് വേണേ കോടതിയുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. ഞങ്ങൾ കോടതിയിൽ അന്വേഷിച്ചു, വെബ്സൈറ്റിൽ അന്വേഷിച്ചു, ഇതൊന്നും കിട്ടാതെ വന്നിട്ട് ഞങ്ങൾ ഈ സാറിനെ തന്നെ ഫോൺ വിളിച്ചു. ജെറി എന്ന് പറയുന്ന അച്ഛൻ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോ സാറ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരാം. ഇന്ന് വരെ ഇത് അയച്ചു തന്നിട്ടില്ല. ഇന്ന് രാവിലെ വന്നപ്പോഴും ഞങ്ങൾ ചോദിച്ചു, സാറിന് ഇവിടെ കയറി നിങ്ങൾക്ക് ഇങ്ങനെ കയറി വളരെ മോശമായി ഞങ്ങളോട് പെരുമാറാൻ എന്ത് അധികാരമാണുള്ളത്? അവര് ഞങ്ങളോട് പറഞ്ഞു ഡോക്യുമെന്റ് ഉണ്ട്, ഇതുവരെ ഞങ്ങളെ കാണിച്ചിട്ടില്ല. അത് കഴിഞ്ഞപ്പോ പറഞ്ഞു വീണ്ടും എന്നെ അവിടെ 4 പോലീസുകാരോട് പിടിച്ചു. ഞാൻ പറഞ്ഞു, എന്നെ പിടിക്കണമെങ്കിൽ നിങ്ങൾ അറസ്റ്റ് വാറണ്ട് കാണിക്കണം. ഞങ്ങൾ ഓൾറെഡി DGPക്കും പോലീസ് കമ്മീഷണർക്കും ഈ അച്ഛന്മാരുടെ പരാതി ഇപ്പോൾ തന്നെ പോകും. കാരണം പോലീസിന്റെ ഹരാസ്മെന്റ് ഇവിടെ ഉണ്ട്. സർക്കാരിന്റെ കളിയാണോ മെത്രാന്മാരുടെ കളിയാണോ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ACP കൃത്യമായിട്ട് പറഞ്ഞു, ഈ സർക്കാർ എറണാകുളം അതിരൂപതയ്ക്ക് എതിരാണെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. അത് ഇവിടെ കേട്ട ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സർക്കാർ ഞങ്ങളുടെ പക്ഷത്ത്, അല്ലെങ്കിൽ ഓക്കെ ഈ സർക്കാരിന്റെ പക്ഷത്ത് ഞങ്ങളും അല്ല. ഓക്കെ, അപ്പൊ അതാണ്. ബാക്കി കാര്യങ്ങൾ ലീഗലായിട്ട് തന്നെ ഞങ്ങൾ മൂവ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഡാനി, വലിയ തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥ അവിടെ നിലനിന്നിരുന്നല്ലോ രാവിലെ മുതൽ. അതിലൊരു അയവും ഇതുവരെയും വന്നിട്ടില്ല അല്ലെ? കാരണം ആളുകൾ മടങ്ങിപ്പോവാൻ, തങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മടങ്ങിപ്പോയി ബിഷപ്പ് ഹൗസിലേക്ക് തിരികെ എത്തിക്കണമെന്ന് അവരുടെ ആവശ്യമുണ്ട്. ഇതിനിടയിലാണ് ഈ പോലീസിന്റെ നീക്കം വലിയ വിമർശന വിധേയമാവുന്നത്. CCTV ദൃശ്യങ്ങൾ പ്രകാരം വലിച്ചിഴച്ചു കൊണ്ടുപോയി എന്ന വാദം ഒരു പരിധിവരെ ശരിയാണ് താനും. എന്താണ് നിലവിലെ സാഹചര്യം? ഇതിൽ എന്ത് സമവായ നീക്കമാണ് പോലീസ് ലക്ഷ്യമിടുന്നത്?
സജിത്ത്, ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം രാവിലെയുള്ള ഒരു പോലീസ് നടപടി അത് തിരക്കിട്ടതായിരുന്നു എന്ന രീതിയിലാണ് പൊതുവിൽ പറയുന്നത്. സമരക്കാർ അതിൽ ആക്ഷേപിക്കുന്നു. ഇത് ഇങ്ങനെ വൈദികരെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത് ഏത് രീതിയിലാണ് അത് തങ്ങൾക്ക് അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയുക? അതിൽ 80 വയസ്സ് വരെ പ്രായമുള്ള വൈദികരുണ്ട്. അവരെല്ലാം ഇതുപോലെ സാധാരണ റോഡുകളിലെല്ലാം തന്നെ സമരം ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രതിഷേധിക്കുന്നവരെല്ലാം തന്നെ വലിച്ചിഴക്കുക, റോഡ് ഉപരോധിക്കുക. അതിന് സമാനമായ രീതിയിൽ തന്നെ അവരെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നു. അതെങ്ങനെയാണ് ന്യായീകരിക്കാനായിട്ട് സാധിക്കുക? അവരെ ആ ഒരു പരിഗണനയും നൽകാതെ അവരെ നീക്കിക്കൊണ്ടുപോകുന്നു. ഇത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് ചോദിക്കുന്നു. അവിടെ ACP പറഞ്ഞൊരു മറുപടിയും വിവാദത്തിലായിരുന്നു. ഇത് സർക്കാരിന്റെ ഒരു നിർദ്ദേശമാണ് എന്നതടക്കമുള്ള ഒരു മറുപടി പറഞ്ഞതായാണ് വൈദികർ ആരോപിക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ സങ്കീർണതയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു കാര്യങ്ങളെ. ഇതോടെ വലിയ രീതിയിൽ പോലീസിനെതിരെയുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ആ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ പറയുന്ന ഈ സമരം ചെയ്യുന്നവർ പ്രതിഷേധിക്കുന്നവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് പറയുന്നത് ഇവരെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാണ് ബിഷപ്പ് ഹൗസിൽ നിന്ന് ഈ വൈദികരെ പുറത്തേക്ക് കൊണ്ടുവരികയും പിന്നീട് ഈ ബസിലിക്ക പള്ളിക്ക് വളപ്പിൽ അവരെ ഇരുത്തുകയും എല്ലാം തന്നെ ചെയ്തത്. അവരോട് പിന്നീട് പറഞ്ഞു നിങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അവർ പറയുന്നത് തങ്ങളെ അറസ്റ്റ് ചെയ്തതായിട്ട് തന്നെ രേഖപ്പെടുത്തണം, എങ്കിൽ മാത്രമേ തങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകൂ. ഞങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ തിരിച്ച് ബിഷപ്പ് ഹൗസിനകത്തേക്ക് സമരം ചെയ്യാൻ തങ്ങളെ വിട്ടയക്കണം. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യണം. പുറത്ത് പ്രതിഷേധിക്കുന്നവരും അത് തന്നെയാണ് അവരുടെ പ്രധാന ആവശ്യങ്ങൾ. ഒന്നുകിൽ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ അതിനകത്ത് അവർ തുടരുന്ന പ്രാർത്ഥനാ യജ്ഞം എന്ന പേരിൽ തുടരുന്ന സമരം ഇത് തുടരാൻ അനുവദിക്കുക എന്നതാണ് ഇവരുടെ ആവശ്യം. എന്തായാലും ഈ ആവശ്യങ്ങളിൽ ചർച്ച നടക്കുന്നു, അല്ലെങ്കിൽ ഇതൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം നമുക്കറിയാം നേരത്തെയും ഇതേ സമാനമായ അന്തരീക്ഷത്തിലേക്ക് പോവുകയും സെന്റ് മേരീസ് ബസിലിക്ക സിറോ മലബാർ സഭയുടെ സ്ഥാനിക ദേവാലയങ്ങളിൽ ഒന്നാണ്. ഇത് മാസങ്ങളോളം വിശിഷ്ട ദിവസങ്ങളിൽ പോലും ക്രിസ്മസ് രാവുകളിലെല്ലാം പോലും അടച്ചിടേണ്ട ഒരവസ്ഥയിലേക്ക്, പൂട്ടിയിട്ട് പോലീസ് കാവൽ ഏർപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എല്ലാം തന്നെ കാര്യങ്ങൾ പോന്നിരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാതെ കൊണ്ടുപോകണം എന്നതാണ് പറയുന്നത്. എന്തായാലും ഈ ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ട ആവശ്യങ്ങളകത്ത് DCPയുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അതിനുശേഷം ADM സ്ഥലത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ADMുമായുള്ള ചർച്ചകൾ തുടരും എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലുള്ളൊരു ഏത് രീതിയിലൊരു തീരുമാനമാകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇവിടുത്തെ ഒരു സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരാൻ. എന്തായാലും നിലവിൽ പോലീസ് സന്നാഹം ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രതിഷേധം കടുത്ത രീതിയിൽ തന്നെ പ്രതിഷേധം മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. തൽക്കാലം അതിനൊരു അയവ് വന്നിരിക്കുന്നത് ഇപ്പോൾ ചർച്ച നടക്കുന്നു. അതിന്റെ ഒരു റിസൾട്ട് വന്നതിന് ശേഷം ബാക്കി മതി പ്രതിഷേധം എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. രാവിലെ മുതൽ തുടരുന്ന വൈദികരും അതോടൊപ്പം തന്നെ വിശ്വാസികളും ഇവിടെ തുടരുകയും ചെയ്യുകയാണ്. എന്തായാലും ഈ സിറോ മലബാർ സഭയുടെ സിനഡ് തുടരുകയാണ്. സിനഡ് ഇന്ന് അവസാനിക്കുന്നു. സിനഡിൽ നിന്നും ഒരു നടപടിയും വന്നിട്ടുണ്ട്. ഈ സമരം ചെയ്ത വൈദികരിൽ 6 പേർക്ക് സസ്പെൻഷൻ നൽകിയിട്ടുണ്ട്. സഭാ നേതൃത്വം നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഈ സസ്പെൻഷൻ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത മറ്റ് 15 പേരോട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാരണം കാണിക്കൽ നോട്ടീസും വൈദികർക്ക് നൽകിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അത് കുറച്ചുകൂടി കാര്യങ്ങൾ വഷളാക്കുന്നു എന്നത് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തുന്നത്. ശരി ഡാനി, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ബോസ്കോ പുതൂർ ഈ ചുമതലയിലേക്ക് വരുന്നത് അദ്ദേഹം ഈ തർക്ക പരിഹാരത്തിനൊരു ഫോർമുല എന്ന തരത്തിലാണല്ലോ. അപ്പോൾ അത് പരിഹരിക്കപ്പെടുന്നില്ല. ഈ ഘട്ടത്തിലാണ് പുതിയൊരു ദൗത്യം ബിഷപ്പ് പാംബ്ലാനിക്ക് മേൽ ഈ പുതിയൊരു ദൗത്യം കൂടി വരുന്നു എന്ന സൂചന കൂടി വരുന്നത്. അദ്ദേഹം പുതിയ അഡ്മിനിസ്ട്രേറ്ററായി ചുമതല ഏറ്റെടുക്കുമെന്ന സൂചനകൾ കൂടി വരുന്നുണ്ട്. അത് സംബന്ധിച്ച് എന്തെങ്കിലും സ്ഥിരീകരണം വരുന്നുണ്ടോ? ബോസ്കോ പുതൂറിന് പകരം പാംബ്ലാനി ആ ചുമതലയിലേക്ക് വരുന്നു എന്ന ഒരു സുപ്രധാനമായ തീരുമാനം സിനഡിൽ നിന്നും വരുന്നു എന്ന സൂചനകളുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടോ ഡാനി? ഇക്കാര്യത്തിൽ ഇവിടെ ഇപ്പോൾ അത്തരം കാര്യങ്ങളുടെ ഒരു വ്യക്തതയിലേക്ക് വന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം സജ്ജിത ഉറപ്പാണ്, കഴിഞ്ഞ കുറെ നാളുകളായി ഈ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പല രീതിയിലുള്ള സിനഡിന്റേതടക്കമുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അതിൽ പലരെയും തന്നെ ഇവിടെ നിയോഗിക്കുകയും ചെയ്യുന്നു. മാർ ആൻഡ്രൂസ് താഴത്തിനെ അടക്കം അവിടേക്ക് നേരിട്ട് നിയോഗിക്കുന്നു. ആർച്ച് ബിഷപ്പായിരുന്ന അദ്ദേഹത്തിനാണ് കൂടുതൽ വിപുലമായ അധികാരങ്ങളോടുകൂടി ഇവിടേക്ക് വരികയും ചെയ്തു. പക്ഷെ അതെല്ലാം കൂടുതൽ സങ്കീർണതകളിൽ നിന്ന് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങി. ഇപ്പോൾ ബോസ്കോ പുതൂറിനെ നിയോഗിക്കുകയും ചെയ്തു. അവിടെ കൊണ്ടും പ്രശ്നങ്ങൾ തീരുന്നില്ല. അപ്പോൾ ഇത് രണ്ടുപേരും കുറെ കൂടി വിട്ടുവീഴ്ചകൾക്ക് ഇരുന്നു കൊണ്ട് ചർച്ചകളിലേക്ക് നീങ്ങുകയാൽ മാത്രമേ ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അതിൽ വിട്ടുവീഴ്ച
ചർച്ച എന്നതിൽ ആര് എങ്ങനെ നിലപാടെടുക്കുന്നു എന്നതിനെ തന്നെ ആശ്രയിച്ചിരിക്കും. അല്ലെങ്കിൽ ആരെ നിയമിച്ചതുകൊണ്ടും ഈ ഒരു വിഷയങ്ങൾ വളരെ എളുപ്പം പരിഹരിക്കപ്പെടും എന്ന ഒരു വിശ്വാസം ആർക്കും തന്നെ ഇല്ല. ഇപ്പോൾ ഒരാൾ മാറി മറ്റൊന്ന് വരുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ഈ ഒരു സിസ്റ്റം ഇത്തരം കാര്യങ്ങൾ തുറന്ന ചർച്ചയും സമീപനവുമില്ലാതെ ആളുകൾ മാറി വരുന്നതനുസരിച്ച് ഈ വിഷയങ്ങൾ അവസാനിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഡാനി, ഒരു കാര്യം കൂടി, ഈ സിനഡിൽ നിന്നും വൈദികരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള തീരുമാനം കൂടി വരുന്ന പശ്ചാത്തലത്തിൽ വിമത വിഭാഗവും വലിയ നീക്കങ്ങൾക്ക് ഒരുങ്ങുമല്ലോ. അങ്ങനെയെങ്കിൽ ഒരു സമവായ നീക്കം ഒരു തരത്തിലും ഇപ്പോൾ മുന്നിലില്ല. അതാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ, അല്ലേ? നിലവിൽ അത് തന്നെയാണ് സജിത്ത്. കാരണം ഇപ്പോൾ സിനഡിന്റേതായ ഈ ഒരു വ്യക്തത അത് കൃത്യമായ സന്ദേശമാണ്. കൃത്യമായ ഈ കാര്യങ്ങൾ എങ്ങനെ സിനഡ് കാണുന്നു എന്നതിന്റെ സൂചനയാണ് ഇപ്പോഴുള്ള ഈ ഉത്തരവ് എന്ന് പറയുന്നത്. അത് ഔദ്യോഗികമായി ഇവിടേക്ക് ഒരുപക്ഷെ ഔദ്യോഗികമായി അവർക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടാവില്ല എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ സിനഡിന് അത്ര ഒരു തീരുമാനങ്ങളെല്ലാം തന്നെ വന്നു കഴിഞ്ഞു. നേരത്തെ അത്ര ഒരു വാർത്താക്കുറിപ്പും വന്നു കഴിഞ്ഞതായിട്ടാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സമരത്തിന്റെ പശ്ചാത്തലത്തിൽ അവർ ആ നടപടിയെല്ലാം തന്നെ പ്രതീക്ഷിച്ചിരുന്നു. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ 4 വൈദികർക്കെതിരെ നടപടിയെടുത്തിരുന്നു. അത് അപ്പോൾ ഇതിൽ അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പള്ളിയിൽ സമരം ചെയ്ത ആളുകൾക്കെതിരെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നടപടി ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ പുതുതായി ഇപ്പോൾ 6 പേർക്ക് കൂടി വന്നിരിക്കുന്നത്. അവർക്ക് വൈദിക വൃത്തിയിൽ നിന്നടക്കമുള്ള ഒരു വിലക്കിലേക്ക് അടക്കം നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് കാര്യങ്ങൾ കുറെ കൂടി സങ്കീർണമാകുന്നു എന്ന് തന്നെയാണ് ആ കാര്യങ്ങളിൽ പറയുവാനുള്ളത്. അതിൽ മറുചേരി വിമതപക്ഷം എന്ന് പറയുന്ന ഈ ഒരു ചേരി കൂടി ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം എറണാകുളം അങ്കമാലി അതിരൂപത ചെറു മലബാർ സഭയുടെ 35 അതിരൂപതകളിൽ 34 തീരുമാനം അനുസരിക്കുമ്പോൾ വിഘടിച്ചു നിൽക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയാണ്. പക്ഷെ ഏറ്റവും പ്രബലവും ശക്തവുമായ ഒരു വിഭാഗവും ഇത് തന്നെയാണ്. ഇവർക്ക് ഒരു തരത്തിലും ഔദ്യോഗിക പക്ഷത്തിനെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലേക്ക് സമവായത്തിലേക്ക് കൊണ്ടുവരാനോ ഇവരെ ഒരു ഘട്ടത്തിലും തന്നെ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അത് ഭൂമി വിവാദമായാലും പിന്നീട് വന്ന കുർബാന ഏകീകരണ വിഷയമായാലും അത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു രീതിയിലേക്ക് ഇവരെ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല. അത്ര കണ്ട് പ്രബലരായിട്ട് നിൽക്കുകയാണ് ഈ വിമതപക്ഷത്തെ ഉള്ളവർ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു തീരുമാനങ്ങൾ ഉണ്ടാകണമെങ്കിൽ അവരെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് കൂടി സ്വീകാര്യമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ നിലവിലെ ഒരു സഭാ ചട്ടങ്ങളിൽ നിന്നുകൊണ്ട് എത്രത്തോളം അതിന് സാധ്യമാകുമെന്നൊരു ചോദ്യം കൂടി ബാക്കിയാകുന്നുണ്ട്. സജിത, യെസ്, ഡാനി സൂചിപ്പിച്ചതാണ്. നിലവിൽ സമവായത്തിലുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നില്ല. സഭയിൽ ഇരു വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതിനിടയ്ക്കാണ് ഇന്ന് പോലീസിന്റെ നടപടി കൂടി ഏറെ വിവാദത്തിൽപ്പെടുന്നത്. പോലീസിനെതിരെ മുദ്രാവാക്യം വിളികൾ, വലിയ തരത്തിലുള്ള പ്രതിഷേധ നീക്കങ്ങളൊക്കെ അവിടെ ഉണ്ടാവുന്നു എന്ന സാഹചര്യമുണ്ട്. ഇതിലാണ് സിനഡിൽ നിന്നും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുടെ സൂചനകൾ കൂടി പുറത്തു വരുന്നത്. ജോസഫ് പാംബ്ലാനി, അദ്ദേഹത്തിന് സുപ്രധാനമായ ചില ചുമതലയുണ്ടാകുന്നു. അങ്ങനെയെങ്കിൽ തലശ്ശേരി ബിഷപ്പിനെ അവിടേക്ക് നിയോഗിച്ച് പുതിയ തരത്തിലുള്ള സാധ്യതകൾ, പ്രശ്നപരിഹാര നീക്കം, വിമത വിഭാഗത്തെയും കൂടി ഒപ്പം നിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ വൈദികർക്കെതിരെ സസ്പെൻഷൻ നടപടി ഉണ്ടായ സാഹചര്യത്തിൽ ഇനി എങ്ങനെ സമവായമെന്ന വലിയ ചോദ്യങ്ങൾ കൂടി ഉയരുകയാണ്. സംഘർഷപരിമിതമായ അങ്ങേയറ്റം സംഘർഷം നിറഞ്ഞ ഒരു കാലാവസ്ഥയിലൂടെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കടന്നത്.